പമ്പൂര് സ്വദേശം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ സംസാരം കേൾക്കുന്ന ആളുകൾ ഒന്ന് കൈകൊണ്ടിരിക്കും. വീട്ടില് മദ്രസ വിട്ട് ഉസ്താദാണ് ഉമ്മർന്ന് പറഞ്ഞു. ഒരു 10 മണിക്ക് ഉസ്താദ്മാർക്ക് മദ്രസ കഴിഞ്ഞ് ഒരു ചായ ഉണ്ടാവും കട്ടിപ്പാത്രത്തില്. അതിന്റെ നല്ല ഫുഡ് ഉണ്ടാവും, കാരണം ഉസ്താദ്മാരല്ലേ. അതൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങും. ഉച്ചവരെ ഉറങ്ങും. ഇത് കഴിച്ച് കിടന്നുറങ്ങും. ഉച്ചക്ക് എഴുന്നേറ്റ് വീണ്ടും ഭക്ഷണം കഴിച്ച് പിന്നെയും ഉറങ്ങും. പിന്നെ വൈകുന്നേരം പിന്നെയോ ചാൻസിട്ട് ഉറങ്ങും. അപ്പൊ എന്റെ മെയിൻ തൊഴിൽ എന്താണ്? ഉറക്ക്. ഈ ഉറക്കും കൊലായി ഒരു ചെറിയൊരു പഞ്ചായത്തിൽ നിന്ന് പാസ്സായ 35,000 രൂപയ്ക്ക് പാസ്സായ ഒരു ചെറിയ വീടുണ്ട്. കൊലായിൽ ചെറിയൊരു തിണ്ടുണ്ട്. ആ തിണ്ടുമല് ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുക. നൂറുസാറോട് പറഞ്ഞ പോലെ ഒരു കയ്യിലുള്ള ബനിയന്റെ ഒരു 100 ഓട്ടം ഉണ്ടാവും. ആ ഓട്ടമുള്ള ബനിയനുമായിട്ട് വീട്ടിലെങ്ങനെ ഇരിക്കുന്ന ഒരു 2-3 ആലോചിച്ച് 3 കൊല്ലം മുന്നേ അവിടുന്ന് മദ്രസയിൽ നിന്ന് 7,000 രൂപ ശമ്പളമുള്ളത് പിന്നെ 3,500 ആക്കി ചുരുക്കി കൊറോണ വന്ന സമയത്ത്. അപ്പൊ ഉറക്കിന്റെ ആശാനാണ് നേരത്തെ. അപ്പൊ ഞാൻ പെണ്ണുങ്ങളോട് പറയും, ഇതൊക്കെ നല്ല ഉറങ്ങല. കാരണം എന്താ, 3,500 രൂപയ്ക്ക് മദ്രസ പോയി എപ്പോഴും അടിയല്ലേ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അടിക്കടി തൽക്കാൻ നിർത്താൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അവിടുന്ന് മദ്രസയിൽ നിന്ന് സലാം പറഞ്ഞു തിരിഞ്ഞ് വീട്ടിലിരുന്നു. വീട്ടിലിരുന്നു എന്നല്ല, ഇനി അങ്ങോട്ട് ഇനി എന്ത്, ഒരു 6 സെന്റ് ഭൂമിയിൽ ഒരു 850 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് പഞ്ചായത്തിൽ നിന്ന് പാസ്സായ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെ കണക്കും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് KC അലി മുസ്ലിയാർ, ഞാൻ പപ്പാത്തായി. അദ്ദേഹം എന്നോട് കോപ്പിയൊക്കെ ഒരേ ഏതായാലും ഇരിക്കണ്ട, എനിക്ക് അതിൽ 450 കൊടുക്കണോ. മൂപ്പര് പച്ചക്കറി കച്ചവടം 10 കടിയുള്ള കച്ചവടക്കാരൻ. അപ്പൊ ഞാൻ KC ഞാൻ തരുന്നില്ല, കാരണം 450 രൂപ നിങ്ങൾ വൈകുന്നേരം തരും. പക്ഷെ 100 രൂപ ഒരാൾ തന്നിട്ട് ഈ ഉള്ളിൽ പച്ചവെള്ളമാണ് തന്നെ കൊടുക്കാൻ കഴിയില്ല. കാരണം അത് കണക്ക് കൂട്ടിയിട്ട് എന്നെ കൊണ്ട് കഴിയില്ല. അപ്പൊ അതിനേക്കാൾ നല്ല 450 രൂപ തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ ജോലി ഒഴിവായ സ്ഥലത്ത് അവിടെ അല്ലേ എന്നെ വല്ലാതെ ബന്ധപ്പെടുന്ന ഒരാളെ എന്നോട് വന്ന്, സാറേ 7,000 രൂപയുണ്ട്, 7,500 രൂപ തരാം, എന്റെ 2 കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, ഡാഷ്, നിങ്ങൾ 1, 2, 3 മാസം 7,500 രൂപ തരും. പിന്നെ എന്നെ കൊണ്ട് തരാൻ കഴിയൂല, എനിക്ക് വാങ്ങാനും തോന്നും. നിങ്ങൾ എന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് ഇപ്പൊ എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. പക്ഷെ അത് 7,500 രൂപ 500 രൂപ അധികം തരാം എന്ന് പറഞ്ഞാലും 2-3 മാസം കൊണ്ട് തരാൻ കഴിയും. പിന്നെ എനിക്ക് തരാൻ നിങ്ങൾക്കൊന്നും കഴിയൂല, നിങ്ങൾ പ്രയാസപ്പെടും. അതുകൊണ്ട് എന്നെ പഠിച്ച ദൈവം എന്റെ വായി കയറിയിട്ടില്ലെങ്കിൽ എന്റെ മക്കളിൽ വായി കയറിയിട്ട് അതിന് ദൈവം എന്താണോ കണ്ടത് അത് ദൈവം കാണും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾ ബേജാറാണ്ട. നിങ്ങൾ തൽക്കാലം സലാം പറഞ്ഞ് തിരിഞ്ഞോളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തിരിച്ചയച്ചു. അദ്ദേഹം കരഞ്ഞോടെ വീട്ടിൽ നിന്ന് പറഞ്ഞു, കാരണം ഞാൻ മൂപ്പരെ അത്ര ബന്ധമുണ്ട്. അപ്പൊ അവിടുന്ന് തിരിച്ച് ഞാൻ പറഞ്ഞയച്ചെങ്കിലും ദൈവം എന്താണ് എന്നെ പിന്നെ കണ്ടെത്തി എന്ന് എനിക്കും അറിയില്ല. അദ്ദേഹം പറഞ്ഞയച്ചു, അദ്ദേഹത്തെ പറഞ്ഞയച്ചു. പിറ്റേന്ന് രാവിലെ എന്റെ ഒരു മകൾ, 2 ആണും 1 പെണ്ണുമല്ല, മകള് ഓടി വരുന്നുണ്ട്, ഉപ്പ എന്റെ ആ മിച്ചസ്പിരിറ്റിന്റെ വേദന മാറി. അപ്പൊ ദൈവം എന്നെ രക്ഷപ്പെടുന്ന വഴിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗം. തലേന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ്, എന്നെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തെ തന്നെ എന്നെ പോറ്റാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ബേജാറാവണ്ട. 1-2 മദ്രസ പറഞ്ഞാൽ അന്വേഷിച്ചു. അപ്പൊ ഒരു മദ്രസയിൽ അന്വേഷിച്ചാലും അവര് ശമ്പളം വളരെ കുറച്ച് പറഞ്ഞു. അതിനൊക്കെ നല്ലത് പോകാന്നുള്ള തീരുമാനത്തിലെത്തി. പിന്നെ മദ്രസ അന്വേഷണം നിർത്തി വെച്ചു. അങ്ങനെ അവിടെ നിന്ന് വീട്ടിലേക്ക് ഓടി വരുന്നിട്ട് പോകും. ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉപ്പ എന്നെ ആ പ്രയാസം നീങ്ങി. അപ്പൊ 13ാമത്തെ വയസ്സിൽ തുടങ്ങിയ ഒരു മെൻഷൻ സ്പിരിറ്റിന്റെ വേദന ഉണ്ട്, കണ്ട് സഹിക്കാൻ പറ്റാത്ത. സാധാരണ പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാവും, അതുപോലെ ആയിരിക്കും എന്റെ മുഖം. കാരണം തമിഴ്ന്ന് കിടന്ന് 2-3 തലക്കാണി പള്ളന്റെ ചോട്ടിൽ വെച്ചിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ പൊട്ടി കരിയും. കരിയുന്ന രംഗം പുറത്ത് കേൾക്കൂല, കാല് നെരുത്തിട്ടിട്ട് ഇങ്ങനെ അടിക്കും. ഈ ഒരു രംഗം കാണുന്നത് 10-12 കൊല്ലായി. ഇതിനെന്ത് പരിഹാരം? പലതും കൊടുത്തു, പലതും ചെയ്തു, യാതൊരു മാറ്റമില്ല. അവസാനത്തെ നമ്പർ ഏതാണെന്ന് പറയാം, പനഡോൾ കൊടുക്കും. പനഡോൾ കൊടുക്കുന്ന നേരം മോള് തിരിയും, ചോറ് കഴിക്കാൻ വരും. ആ ചോറ് കഴിച്ച് ഒരു 1/2 മണിക്കൂർ നേരം, അത് കഴിഞ്ഞാൽ മോള് വീണ്ടും പോയി കിടക്കും.
പിന്നെ ആ കഴിച്ചത് മുഴുവൻ ഛർദ്ദിക്കും. ഈ ഒരു നേരത്തെ മാറാൻ ഈ ഒരു അസുഖം മാറി എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ചതാവാം എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ഇൽഹാം, ഒരു മുൽഹിമത്തിൽ ഒരു ഇൽഹാം ഉള്ളതുപോലെ എനിക്ക് തോന്നി എന്റെ ജീവിത വഴി ഇതിലൂടെയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ഉടനെ ഞാൻ എന്റെ മോളോട് പറഞ്ഞു, മോളെ പോലെ കഷ്ടപ്പെടുന്ന എത്രയോ സ്ത്രീകൾ ഭൂലോകത്തുണ്ടാവില്ലേ, ഉപ്പക്ക് പണിയില്ലാതെ ഒന്ന് നിൽക്കാനോ വെറുതെ നിൽക്കല്ലേ, എന്താ ചെയ്യാൻ മോളെ, നമുക്ക് എവിടുന്ന കുറച്ച് പൈസ കിട്ടാം, മോളെ ഈ പ്രൊഡക്റ്റ് നമുക്ക് കുറെ സ്ത്രീകൾക്ക് കൊടുക്കാലോ. അപ്പൊ അത് പറഞ്ഞാൽ മോള് ഭർത്താവ് ഉണ്ടായിരുന്നു. അപ്പൊ ഭർത്താവ് ഒപ്പം എന്നോട് പറയും, എനിക്കൊരു കുറി ഉണ്ടാകും ദ്വാരിക്കണം പറയും. അപ്പോ ഈ കുറി ആ സമയത്ത് കിട്ടി, അതുമായിട്ട് ഇവര് എന്റെ വീട്ടിലേക്ക് വന്നേ. അത് എന്നോട് പറഞ്ഞില്ല. അപ്പൊ എന്നോട് പറഞ്ഞ് 50,000 രൂപ ഞാൻ തരാം, നിങ്ങളോട് ആ പറയുന്നത് കുറി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ രണ്ടാമത്തെ സാധനം നോക്കണം. ഒന്ന്, മകള് വേദന മാറിയെന്ന് പറഞ്ഞ് വരുന്നത്. രണ്ടാമത് ഈ കുറി കിട്ടിയത് ഇതിലേക്കുള്ളൊരു വൈദ്യരുമായി. അവിടെ കുറി കിട്ടിയാലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പുതിയാപ്പിള ഒരു വാക്കവിയാണ്, ഉസ്താദാണ്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, 50,000 രൂപ എനിക്ക് എന്താ ഒരു മാസം കൊണ്ട് നിങ്ങളെ കമ്പനിയുടെ പ്രൊഡക്റ്റ് വിറ്റിട്ട് ഞാൻ നിങ്ങളെ പൈസ തിരിച്ചു തരും. അപ്പൊ അത് പറഞ്ഞുതരാം, എവിടെ കിട്ടും, ഇപ്പം കിട്ടണമെന്ന്. ഉടനെ അന്വേഷിച്ചാൽ നമ്മളൊക്കെ ഒരു 5,000 രൂപയുടെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പല ആളുകളും ലീഡേഴ്സ് പിന്നാലെ നടന്നിട്ട് കെഞ്ചിച്ച് അത് ഇടങ്ങാറുള്ളതിൽ കഴിക്കാം. പക്ഷെ ഇത് നിങ്ങൾ അങ്ങനെ തട്ടിക്കളിച്ചാൽ ഇത് ദൈവത്തിന്റെ ബിസിനസ്സാണ്. അദ്ദേഹം വയ്യ പറയാം, ദൈവത്തിന്റെ ബിസിനസ്സാണ്. ദൈവത്തിന്റെ ഇഷ്ടമില്ലാത്ത ഒരു കരികളെ കഴിയും ഇത് കഴിയില്ല. അവർക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല. അത് നൂറുകണക്കിന് അത് പിന്നെ എന്റെ വഴി മാറിപ്പോകുന്നത് ഞാൻ വഴിയെ പറയാം. ഏതായാലും പിന്നെ ഞാൻ 50,000 രൂപയുടെ സാധനം വാങ്ങിയത് എന്തിനാണെന്ന് അറിയോ, ബിസിനസ് ചെയ്യാനാണെങ്കിലും ഈ ഉസ്താദ്മാരൊക്കെ പൊതുവിൽ എന്താണെന്ന് അറിയോ, ഒരേ പട്ടിണിയാണെങ്കിൽ നല്ല റേലോ വാച്ച്മാനും നല്ല ബുള്ളറ്റുകളൊക്കെ ആയിരിക്കും. പക്ഷെ അവരെ ഉള്ളിലുള്ള പുറത്താരോന്നും പറയാറില്ല, കഷ്ടപ്പാടും വേവലാതികളും ഒരു ഉസ്താദ്മാരും പറയാറില്ല. അപ്പോ അവിടുന്ന് ഈ സംഭവം ഞാൻ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കും. കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, അത് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെച്ചത് എന്തിനാണെന്നറിയോ, ഞാൻ പഠിപ്പിച്ച കുറെ കുട്ടികളുണ്ട്. അവരൊക്കെ ഉസ്താദ് കൊറോണ സമയത്ത് പട്ടിണിയിലാണ്, വിഷമത്തിലാണ് എന്ന് അവർ ചിന്തിക്കുന്നത് ഓർക്കുന്ന നേരത്ത് വല്ലാതെ ബേജാറാവും. ഞാൻ പഠിപ്പിക്കുന്ന മക്കൾ വലിയ വരങ്ങളിലായിരിക്കും. അപ്പൊ ഞാൻ പഠിപ്പിച്ച മക്കൾ ഉസ്താദ് വളരെ പ്രയാസത്തിലാണ്, അവര് ചിന്തിച്ചു പോകുന്ന പഠിച്ചിട്ട് ഇത് സ്റ്റാറ്റസ് വെച്ചാൽ ഞാൻ എന്തോ ഒരു പരിപാടി തുടങ്ങിയിട്ട് അവർക്ക് സമാധാനമില്ല. ആ നേരത്തെ സ്റ്റാറ്റസ് വെച്ച് ആ സ്റ്റാറ്റസ് വെച്ച സമയത്ത് കുറെ ആളുകൾ എന്നോട് ചോദിച്ചു, എന്താ ഉസ്താദ് കുറെ പിന്നെ ചോന്ന കുട്ടികളൊക്കെ നിങ്ങൾ വൈദ്യരാക്കിയോ, ഡോക്ടറാക്കിയോ, എന്താ കുറെ കുട്ടികളൊക്കെ. ആ അന്വേഷിച്ച ആളുകൾ എന്നോട് ഇഷ്ടപ്പെട്ട ആളുകളാണ് ഞാൻ മനസ്സിലാക്കി. അവരൊക്കെ പേര് ഞാൻ എഴുതി വെച്ചു. പേര് എഴുതി വെച്ച് 25ഓളം ആളുകളാണ് അന്വേഷിച്ചത്. അപ്പൊ നേരത്തെ കുരുട്ടുമുതി എനിക്ക് നല്ലുണ്ട്. അപ്പോ അവിടുന്ന് ചെയ്തതല്ലോ, ഈ 25 ആള് ഞാൻ പോയിട്ട് എഴുതി വെച്ചു. 25 ആള് എന്നോട് ഇഷ്ടമുള്ള ആളുകളാണല്ലോ എന്നോട് അന്വേഷിക്കാൻ. ആ പേര് എഴുതി വെച്ചു. ഞാൻ എന്ത് ചെയ്തു, ഒരു 5 ദിവസം കഴിഞ്ഞ ശേഷം എന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു തുറന്ന എന്ന് പറഞ്ഞിട്ട് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ അതിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കുരുമാറാവും. അത് പഠിച്ചിട്ട് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് ഈ 25 ആൾക്ക് മെസ്സേജ് ആക്കി. അപ്പൊ ബ്രോഡ്കാസ്റ്റ് നമ്മളെ നമ്പർ അവരുണ്ടായാലും അവർക്ക് കിട്ടും. ആദ്യം ഞാൻ ചെയ്ത എന്റെ നമ്പർ അവർക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒരു ഫ്ലവർ അടിച്ചു, അസ്സലാമു അലൈക്കും അയച്ചു. അപ്പൊ 4-5 ആൾക്കാർ സലാം എടുക്കുന്നില്ല, ഒരു ഫ്ലവറും ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചത് നമ്മള് പിന്നെ ഞാനൊരു സലാം പറഞ്ഞിട്ട് തിരിച്ചയക്കാത്തത്. അപ്പൊ ആ നമ്പർ സേവ് ചെയ്തിട്ടില്ല. നമ്പർ സേവ് ചെയ്ത് വിട്ടി അവർക്കൊണ്ട് സേവ് ചെയ്ത് വിട്ടു. അതിന് ശേഷം ഈ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു തുറന്ന കത്ത് എന്ന് പറഞ്ഞിട്ട് ഈ കത്തിന് ഞാൻ മദ്രസയിലായിരുന്നു, ജോലിയൊക്കെ ഒഴിവായി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. എനിക്ക് ജീവിതത്തിൽ ഹലാലായ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ബിസിനസ് ചെയ്യണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോഴാണ് ഈ ഒരു അവസരം എന്റെ മകള് എന്നിലൂടെ വന്നത്. സംഗതി വളർന്ന പറഞ്ഞ വിശദമായ കത്ത് എഴുതി. ഈ കത്ത് നോക്കി രണ്ടാട്ടോ ഗൂഗിളിൽ പിന്നെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയോ, അതിന്റെ ടൈപ്പ് ചെയ്തില്ലല്ലോ, എഴുതാനൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഗൂഗിളിൽ തന്നെ ടൈപ്പ് ചെയ്യും. അതിന് കുറെ തെറ്റുകളൊക്കെ ഉണ്ടാവും. തെറ്റുകളിലൊക്കെ തിരുത്തി വായിക്കാൻ വേറെ നിർവാഹമുണ്ട്. അപ്പൊ തിരുത്തി അയക്കാൻ കുറെ എന്റെ പെണ്ണുങ്ങളോട് ചോദിക്കും, ഇവിടെ എന്താ ഇതന്നെ ഒരു അടുക്കള പണിയിലാണെങ്കിൽ
ചിലപ്പോൾ അതിനൊന്നും സമയം ഉണ്ടാവില്ല. തെറ്റ് ഇങ്ങനെ സംഭവിക്കുന്ന എനിക്ക് വിഷയമില്ല. ഏതായാലും ഞാനത് എഴുതി. ആ എഴുതിയ സമയത്ത് 2-3 ആൾക്കാർ എന്നോട് ചോദിച്ചു, മോശ എന്താണ് വിഷയം? ഞങ്ങൾക്ക് മോള് അതേ പ്രശ്നങ്ങളുണ്ട്, കുറെ പിന്നെ എൻ്റെ ഭാര്യയുണ്ട്, വൈഫുണ്ട്, പലരും രാഷ്ട്രീയപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ അയച്ചു കൊടുത്തയച്ച എല്ലാവർക്കും 100% മെസ്സേജ്. അപ്പോ ആദ്യം ഞാൻ കൊടുത്തയച്ച് ചേറൂസാറാണ്. ചേറൂസാർ കൊടുത്തയച്ചാൽ അദ്ദേഹത്തിന്റെ വൈഫിന് മെൻഷൻ പീരീഡിന്റെ വേദന ഉണ്ട്, അത് മാറി. അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് ഒരു ഉമ്മ ഉണ്ടായിരുന്നു, അത് മാറി. അപ്പൊ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ബിസിനസ്സിലേക്കൊന്നും ഇറങ്ങിയില്ല, ആ ചിന്ത കേട്ടിട്ടില്ല. കാരണം ബിസിനസ്മാൻ നേരത്തെ ആവണ്ടേ, അതായിരുന്നല്ലോ. അപ്പൊ ചേറൂരാണ് എന്നോട്, ചേറൂർ അബ്ദുറഹ്മാൻ സാറാണ് എന്നോട് പറഞ്ഞു, സാർ ഇത് വലിയൊരു സംഭവമാണ്, ഞാൻ ഗൾഫ് നിർത്തിയിട്ട് ഒരു മില്ല് തുടങ്ങാൻ പോവാണ്, പക്ഷെ ഇത് നമുക്ക് ബിസിനസ് ആയി ചെയ്തൂടെ. അപ്പൊ ഞാൻ ചെറുനോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാറില്ല, അദ്ദേഹത്തിന്റെ പേരിനെ ചോദിച്ചു, ചെറുനോ നിങ്ങൾ ഇറങ്ങണമെങ്കിൽ നമുക്ക് 2 കോടി ഇറങ്ങണം, ധൈര്യത്തിന് ഇറങ്ങിക്കോളി സാറേ, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയത്. 3 കൊല്ലം മുന്നേ, 3.5 കൊല്ലം ഉണ്ടാവും. ആ 3.5 കൊല്ലം മുന്നേ ഇറങ്ങിയ സമയത്തൊന്നും ഇങ്ങനെ ഒരു അവസ്ഥയിലൊന്നും ഞാൻ വിചാരിച്ചല്ല. ദർസിൽ പഠിക്കുന്ന സമയത്ത് സാഹിത്യ സമാജം ഉണ്ടാവും. അന്ന് സാഹിത്യ സമാജം ഉള്ളത് പിന്നെ ഈ സംസാരിക്കാൻ എല്ലാവരെയും നിർബന്ധമായിരുന്നു. ആ സമയത്ത് ബാത്റൂമിൽ പോയി കുത്തിരിക്കില്ല, സാഹിത്യ സമാജം തീരുന്നവരെ. കാരണം എന്താണെന്ന് അറിയോ, ബാത്റൂമിൽ അവർക്ക് ശല്യപ്പെടുത്തുന്നതിന്റെ ഇടയിലേക്ക് പിന്നെ സാഹിത്യ സമാജം ഒക്കെ കഴിഞ്ഞത് കണ്ടാൽ ചെയ്യും, പുറത്തിറങ്ങിയിട്ട് പോകും. അപ്പൊ ആരോ ചോദിച്ചാൽ, ഉസ്താദ് ചോദിച്ചാലും പിറ്റേന്ന് അടിയൊക്കെ കിട്ടും. എന്നാലും ഞാൻ പറയും ബാത്റൂമിലാണ് തന്നെ, അടി വാങ്ങിയാലും സാരമില്ല, സംസാരിക്കാൻ കഴിയില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ മൈലേജിൽ വന്നതിന് ശേഷം എന്താണെന്ന് അറിയാമെങ്കിൽ മൈലേജിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ വരാതെ നേരത്തെ പിന്നെ നമ്മളെ ഷെമീർ സാർ പറഞ്ഞല്ലോ, ഇന്നലെ ഒരു 2-3 ദിവസം മുന്നേ പിന്നെ കമ്പനി ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കുന്നു. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഉമർ സാർ എന്നെ വിളിച്ചു, ഇത് ഓഫീസിൽ നിന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താന്ന് വെച്ചു, ട്രിവാൻഡ്രം, പിന്നെ കോട്ടയം, പിന്നെ ആലപ്പുഴ, പാലക്കാട്, ഈ 3 സ്ഥലത്ത് എവിടെയാണ് സാർക്ക് പിന്നെ ഗസ്റ്റായി പോകാൻ കഴിയാം. ഞാൻ ആകെ 2 മിനിറ്റ് ഇടി പറ്റിയതുപോലെ തരത്ത് നിന്ന് പോയി. എന്താ ഈ ആയിരക്കണക്കിന് കോടീശ്വരന്മാരെ വളർത്തുന്ന, ലക്ഷാധിപതികളെ വളർത്തുന്ന ഒരു കമ്പനിയിൽ നിന്നും കേരളത്തിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുക, ഉമർ സാർ കേട്ടാ പോകാൻ ഇഷ്ടം, പെട്ടെന്ന് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ സാർ സാറൊന്നും കിട്ടാതെ? അപ്പൊ ഒപ്പന്നെ ഞാൻ സംസാരിച്ച് പഠിച്ചിട്ടൊന്നും അല്ല, സാറ് സംസാരം ഞങ്ങൾ കേട്ടു, അത് മതി, വേറൊന്നും കൂടുതലൊന്നും വേണ്ടാന്ന്. അവസാനം ഞാൻ പറഞ്ഞു, ഇത് പാലക്കാടോ അടുത്ത്, കോട്ടയം അടുത്ത്, തിരുവനന്തപുരം അടുത്ത് എനിക്കറിയില്ല. കാരണം അത്ര പോലും ഞാൻ പന്തൂര് കൊടുവള്ളി എന്നല്ലാതെ അതിന്റെ അപ്പുറം പോകാനില്ല. അപ്പൊ അവിടുന്ന് എവിടെ ദൂരം എനിക്ക് വരുന്ന ഒരു കാര്യത്തിൽ കിട്ടില്ല. അവസാനം ഞാൻ പറഞ്ഞു പാലക്കാട്, കാരണം പാലക്കാട് എപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും കോട്ടയം. അപ്പോഴും ഞാൻ വിചാരിക്കും, എനിക്കറിയില്ല കോട്ടയം എവിടാ പാലക്കാട് എവിടാ. ഏതായാലും ഞാൻ പാലക്കാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 17-ാം തീയതി ഏതൊരു ദിവസത്തേക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഒന്നും അല്ലാത്ത ഒരു ഉസ്താദിന്, കിടന്നുറങ്ങി ജീവിതം തള്ളി നിൽക്കുന്ന ഒരു ഉസ്താദിന് ഈ ഒരു അവസ്ഥയിലേക്ക് 3 കൊല്ലം കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ, 3 കൊല്ലം മുന്നേ 7500 രൂപ ശമ്പളം ഉസ്താദിന് ഇന്ന് മാസത്തിൽ 1.5 ലക്ഷം 1.5 ലക്ഷം മാസ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുത്ത കമ്പനിയുടെ പേരാണ് മൈലേജ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് ഈ വിജയം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ, ഈ മൈലേജിലേക്കുള്ള വിജയം ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഒന്നും മൈലേജ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോന്നോ? ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കും. ഞാൻ മൈലേജിലേക്ക് വന്നപാട് ഫസ്റ്റ് ഞാൻ ചിന്തിച്ചത്, സ്റ്റേജിൽ വരുന്ന ആളുകളൊക്കെ ഫസ്റ്റ് പറയുന്ന എന്നെ കൊണ്ടുവന്ന അപ്ഡേറ്റ് ലീഡർക്ക് നന്ദി. രണ്ടാമത് പറയുന്നതാ, എന്നെ ഇതിലേക്ക് എത്തിച്ച ദൈവത്തിന് നന്ദി. ദൈവത്തിന് നന്ദി പറയുന്ന ഏത് കച്ചവടം, ബാക്കിയുള്ള ഏത് കച്ചവടങ്ങളും ചോദിച്ചോളും, അവർ പറയും എന്റെ അങ്ങനെ പോണ്, തല്ലി നീക്കി പോണ്, ഒന്നുമില്ല, കഷ്ടപ്പാട്, ഒരു പ്രയാസം, ആരെങ്കിലും ഒരാൾ വിഷമം പറഞ്ഞു. അപ്പൊ ദൈവം ചെയ്തു തരുന്ന നിയമത്തുകൾ, അറിഞ്ഞിട്ട് എന്റെ ഭാഷയിൽ പറഞ്ഞ നിയമത്തുകൾ, അനുഗ്രഹങ്ങൾ, അതിന് നന്ദി പറയുന്ന ഒരു ടീമാണ് മൈലേജിലെ അടി മുതൽ മുടി വരെ എല്ലാവരും. അപ്പൊ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ദൈവത്തിന്റെ നന്ദി പറയാ. അതിന് സത്യത്തിൽ ഉസ്താദ് പറയാ അല്ല, പിന്നെ ദൈവത്തിന്റെ സ്തുതി. എന്നാൽ ദൈവത്തിന്റെ സ്തുതിക്കുന്ന ഒരു ബിസിനസ് ചെയ്യൂല, നെക്സ്റ്റ് പോല, അവര് നഷ്ടപ്പെടുക, അവർക്ക് നഷ്ടം ഉണ്ടാവില്ല. രണ്ടാമത് ഞാൻ മനസ്സിലാക്കി, ഓരോ മനുഷ്യനും എന്തൊക്കെ ദുസ്വഭാവം ഉണ്ടോ അതൊക്കെ മൈലേജിൽ വരുന്നതോടുകൂടെ ആ ദുസ്വഭാവങ്ങൾ ഓരോന്നോരോന്ന് മാറ്റിക്കൊണ്ടിരിക്കുക.
നമ്മൾ മതസംഘടനകളെ എന്നെ സംബന്ധിച്ചിടത്തോളം പല ഉസ്താദന്മാരൊക്കെ കാണുന്നുണ്ട്. പല മതസംഘടനകളിലെ കുട്ടികളെ രജിസ്ട്രേഷൻ ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയാം, അവര് നന്നാവാൻ വേണ്ടി. നല്ല ആളുകളുടെ കൂടെ കൂടിയാൽ കുട്ടികൾ നന്നാവും. അപ്പൊ ഏതെങ്കിലും ഒരു സംഘടനയുടെ, ഞാനൊരു സംഘടനയുടെ പേര് പറയില്ല, ഏതെങ്കിലും ഒരു പിന്നെ ചെറുപ്പക്കാരുടെ സംഘടനയിലേക്ക് കുട്ടികളാക്കുന്നത്, ഞാനൊക്കെ ആക്കുന്നത് എന്തിനാണെന്ന് അറിയാം, ആ കുട്ടികൾ പിന്നെ നല്ലവരുടെ കൂടെ കൂടുതലും നന്നാവല്ല. എന്നാൽ മൈലേജിലേക്ക് നിങ്ങളൊന്ന് ആക്കുക. മൈലേജിലേക്ക് അതുകൊണ്ട് മറ്റൊരു വേണ്ടതല്ല, സംഘടനകളൊക്കെ എല്ലാവർക്കും ആവശ്യമുണ്ടാവും. മൈലേജിന്റെ ലീഡേഴ്സിന്റെ ഒപ്പം ആദ്യാല് ഉദാഹരണത്തിന് എന്റെ മോന് ഓരോ നിമിഷവും എന്റെ പണ്ട് എന്റെ മോൻ കേൾക്കുന്നത് മുഴുവൻ നല്ലതാണ്. ഈ നല്ലത് മുഴുവൻ കേൾക്കുന്നേരം മക്കൾ ആ രീതിയിൽ എന്ത് ചെയ്യാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ ടീമിലുണ്ട് ഒരു പിന്നെ സിസർ വലിക്കുന്ന ടീമുണ്ടായി. അപ്പൊ കുറെ ഞാൻ ചെയ്തു അദ്ദേഹം മക്കള് ഈ പുക വെച്ചിട്ട് ടീമിലേക്ക് പോകുന്നു. ഇത് നമുക്ക് യോജിച്ചല്ല. ഒന്നുകളെ വേർപ്പ് മുടക്കും, രണ്ടാമത്തെ വായു നടക്കും. അതൊന്നും ലീഡേഴ്സ് ക്വാളിറ്റിയുടെ ലീഡേഴ്സിന് യോജിച്ചല്ല. അതുകൊണ്ട് നിങ്ങൾ അപ്പണിയെടുക്കുന്നത് പലതവണ പറഞ്ഞു. അങ്ങനെ ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു GTS അദ്ദേഹത്തിന്റെ ഉമ്മ വന്ന സമയത്ത് ഞാൻ ഇത് പറഞ്ഞു, നമ്മളെ മൈലേജിന്റെ ലീഡേഴ്സിന്റെ ഒരു പിന്നെ പ്രയാസങ്ങളും കാണില്ല, സിസറുകൾ പോലും ഉണ്ടാവില്ല. അപ്പൊ എന്റെ കയ്യിൽ ഉമ്മ പറഞ്ഞ് അത് കളറാണ് ഉസ്താദേ, എന്റെ മോന് സിസർ വലിക്കുന്നുണ്ട്. ഉടനെ വിളിച്ചു മൂപ്പരാണ് സ്റ്റേജിൽ വിളിച്ചിട്ട് ഉമ്മാണ് ഈ കംപ്ലൈന്റ് പറയുന്നത്, ഇത് ഇവിടെ വെച്ചിട്ട് ഒരു തീരുമാനമാക്കണം, ഒന്നുകിൽ നിങ്ങൾ മൈലേജ് ഇല്ലാതെ സിസർ വെച്ച് മുന്നോട്ട്. ചുരുക്കി പറയാം, അവിടെ വെച്ച് സിസർ വലി നിർത്തി. പിന്നെ വരത്തില്ല, സിസർ വലിയില്ല. അപ്പൊ അദ്ദേഹം സെക്കൻഡുകൾ സിസർ വലിക്കാൻ വേണ്ടി സെക്കൻഡുകൾ ഉപയോഗിക്കും. അതായത് ഒരു 2 മിനിറ്റ് പിന്നെ വലിക്കും. അപ്പൊ അവിടെ നിന്ന് ആ സിസർ വലി നിർത്തിയത് ആ കുടുംബത്തിൽ എത്ര വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ചെറുപ്പക്കാരായ നമ്മളെ കുട്ടികൾ മറ്റും പല ഗ്രൂപ്പ് ബിസിനസ്സിൽ പോയിട്ട് പല മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോവാ. എന്നാൽ ഇവിടെ എന്ത് ചെയ്യാണ്, ലീഡർ ക്വാളിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഉദാഹരണത്തിന് ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ എന്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റം. ഞങ്ങളൊരു പിന്നെ കണ്ണൂർ വിസ്മയിൽ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ താമരശ്ശേരി സ്റ്റാൻഡിൽ വന്ന സമയത്ത് ബിജു സാറോട് ഞാൻ നേരത്തെ എത്തുന്ന ആളെ, ഇവിടെ ഞാൻ നേരത്തെ എത്തിക്കും. ഇവിടെ ഒരു എനിക്ക് തോന്നി ഞാൻ നിങ്ങളോട് പറയാൻ 9:00 കൊടുത്തിട്ടോ, കാരണം എനിക്ക് നേരത്തെ വരണം, എന്റെ സിസ്റ്ററാണ്. അപ്പം ചെയ്തെന്നറിയാം, പിന്നെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങി പോകും. നേരത്തെ ടൂർ പോകാൻ ഞാൻ നേരത്തെ താമരശ്ശേരി എത്തിയാണ്. പൊതുവിൽ എന്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടു. ഞാൻ പറഞ്ഞു ഇവിടെ ആരും എത്തിയില്ലല്ലോ, എടുക്കാൻ പറ്റി. ബിജു സാർ ഉടനെ വിളിക്കുന്നേര് എന്റെ ഉസ്താദല്ല, എന്റെ മാതാപിതാക്കളല്ല, ബിജു എന്ന പേരില്ല എന്റെ ലീഡർ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിക്കാം, എന്തോ ഉസ്താദായി നിങ്ങളൊക്കെ RTC ലീഡറല്ലേ, ഇനിയോ ഈ സ്വഭാവം ഒന്നും മാറ്റാൻ കഴിയില്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്ത് നിങ്ങൾ പറയാം, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ, ഈ ഒരു ഫോട്ടോ അയച്ചിട്ട് വിട്ടു. അപ്പോൾ ഉടനെ ബിജു എന്നോട് പറയാം, ഉമർസാ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ ആരും കാണുന്നില്ലല്ലോ എന്നല്ല എന്റെ മനസ്സിലെ ദുസ്വഭാവം കൊണ്ട് എഴുതിയ. പക്ഷെ എന്റെ ലീഡർ അപ്പൊ ആ സ്പോട്ട് തിരുത്തി, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ എനിക്ക് ഈ സ്വഭാവം ഒന്നും മാറ്റിയിട്ടില്ല. സംഗതി വലിയ തെറ്റായി കൊണ്ട് തോന്നുന്നുണ്ട്, എനിക്ക് തോന്നിയില്ലല്ലോ, പക്ഷെ ഇപ്പൊ വലിയ തെറ്റായി തോന്നുന്നു. കാരണം ലീഡർ ഒരു പക്കലുള്ള ലീഡർ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ നോക്കണം, ഓരോന്നും നമ്മുടെ ലീഡേഴ്സ് നമ്മൾ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഒന്നും അല്ലാത്ത ഒരവസ്ഥയിൽ നിന്നും നമ്മുടെ കമ്പനി, നമ്മുടെ ലീഡേഴ്സ്, നമ്മുടെ ശങ്കർ സാറൊക്കെ പിന്നെ എല്ലാ സമയവും ശങ്കർ സാർ യൂട്യൂബിൽ ഏത് സംസാരം അതൊക്കെയാണ് ഞാൻ നിരന്തരം കേൾക്കുന്നത്. പക്ഷെ എന്റെ ഒരു വിഷയം എന്താണെന്നറിയോ, ഞാൻ എന്ത് കേട്ടാലോ പിന്നെ എന്റെ ഭാഷയിൽ വായിക്കാനൊന്നും തിരിയില്ല, ആ രീതിയിൽ എഴുതി വെക്കും. വൈകുന്നേരം വന്നപാട് 1-2 ഉസ്താദന്മാരോട് പറഞ്ഞു, ഇത് പിന്നെ മണിച്ചേനെ നിങ്ങൾ പൊട്ടോ കുടായി തന്നെ. അപ്പൊ യൂട്യൂബില് 3-4 പ്രഭാഷകർ ഇതിനെ കുറിച്ച്, ആളെ പേര് പറയില്ല, പ്രഗത്ഭന്മാരായ 2-3 പണ്ഡിതന്മാർ, അവർ ഇതിന് വളരെ കർശനമായി എതിർക്കുന്നു. ആ 3 വീഡിയോ ഫുള്ള് കേട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അവരാരോപണങ്ങൾ, അവർ കാര്യമായി പറയുന്ന ആരോപണം, ഈ 3 ആൾ പറയുന്ന ഒരേ ആരോപണം, അധ്വാനിക്കാതെ വരുമാനം കിട്ടുന്ന സംഭവമാണ്. അത് ഏതിനെ കുറിച്ചിട്ട് അവര് പറയുന്നറിയോ, മണിച്ചേനെ കുറിച്ചിട്ട്. ആളെ ചേർത്തിട്ട് അധ്വാനിക്കാർക്ക് പൈസ കിട്ടുന്ന സംവിധാനത്തെ കുറിച്ചിട്ടാണ് യൂട്യൂബിൽ സംസാരിക്കുന്ന ഉസ്താദന്മാരൊക്കെ. അവർക്ക് എന്ത് മനസ്സിലാക്കി കൊടുത്തില്ല, MLM എന്താണ്, മൾട്ടി ലെവൽ എന്താണ്, മണിച്ചേൻ എന്താണ് അവരാരും മനസ്സിലാക്കി കൊടുത്തില്ല. അവർ മനസ്സിലാക്കി ഒക്കെ മണിച്ചേൻ ആണെന്നുള്ള.
അങ്ങനെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയാലോ മൈലൈറ്റ് നമ്മളെ കമ്പനി MLA അങ്ങനത്തെ ഈ ഉസ്താദുമാർ പറയുന്ന ഒരാരോപണം ഇതിലില്ല. പിടിച്ചപറിയില്ല, കബളിപ്പിക്കലില്ല, വഞ്ചനല്ല, കളപ്പറിയില്ല, ഒന്നുമില്ല. എന്നാൽ ബാക്കിയുള്ള ബിസിനസ്സിൽ എന്തൊരു മീൻ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ശരി, ഒരു പച്ചക്കറി കച്ചവടം ചെയ്യുകയാണെങ്കിൽ ശരി, എന്തിനും കളവറിയുണ്ട്. എന്റെ നാട്ടിലൊരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ഒരാൾ എന്നെ ഉപദേശിക്കാൻ വേണ്ടി വിളിച്ചു. അദ്ദേഹം വിദേശത്താണ്. അപ്പൊ എന്നോട് എന്നെ ഉമ്മറ എനിക്ക് പറ്റിയ പണിയല്ലത്, നിങ്ങൾക്ക് ഒരു ഉസ്താദല്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ ജോലി എന്താ? അപ്പൊ മെഡിക്കൽ ഷോപ്പാണ്. എന്റെ നാട്ടില് കൊടുവള്ളിന്റെ ദുബൈയിലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു മിനിറ്റ് നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ വരുമാനമാണോ ശരി അല്ല എന്റെ വരുമാനം എന്നുള്ള ഒരു മിനിറ്റോ ഞാൻ തെളിയിച്ചാൽ. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ഇന്നേ വരെയായിട്ട് എത്ര ആളുകളുടെ കിഡ്നി നശിപ്പിച്ചിട്ടുണ്ട്, എത്ര ആളെ ലിവർ നശിപ്പിച്ചിട്ടുണ്ട്? ആ ലിവറും കിഡ്നിയും നശിപ്പിച്ചിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമാനം വരുന്നത്. എന്റെ പണി എന്താണ്? നിങ്ങൾ കേടെടുത്ത കിഡ്നി ആണല്ലോ, ലിവർ ആണല്ലോ, അത് മുഴുവൻ നന്നാക്കുന്ന ഡ്യൂട്ടിയാണ് എന്നെ. അല്ല നിങ്ങൾ ശ്രദ്ധിക്ക്, മെഡിക്കൽ ഷോപ്പുകാരൊന്നും നമ്മളെ കുറ്റം പറയാൻ ആർക്കും അവകാശമില്ല, ഒരാൾക്കും അവകാശമില്ല. അവര് ജനങ്ങളെ രോഗികളാക്കിയിട്ടാണ് അവര് വരുമാനം വരുന്നത്. നമ്മളോ ആ രോഗത്തിൽ നിന്ന് അവരുടെ ശരീരത്തെ റീകണ്ടീഷൻ ചെയ്ത് അവരെ റീഫ്രഷ് ചെയ്ത് അവരെ ശുദ്ധീകരിച്ച് കൊണ്ടുവരല്ലേ നമ്മുടെ പണി. എന്നാലോ ഇത് വരുന്നല്ലാണ് വെൽനസ് കമ്പനി തന്നെ നേരത്തെ എന്ത് ചെയ്ത് ഫുഡ് ഐറ്റംസ് രജിസ്ട്രേഷൻ ചെയ്തിട്ട് അപ്പൊ നമുക്ക് ആർക്കും കൊടുക്കാം. പിന്നീട് കളവ് പറയേണ്ട ഏത് ബിസിനസ് ആണെങ്കിലും മദ്രസ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ എന്നെ പലപ്പോഴും ചിന്തിച്ച ഈ സംവിധാനം ഒഴിവാക്കണമെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് അറിയോ, ആർക്ക് ബെല്ലടിക്കും, ഞാൻ അവസാനിപ്പിക്കാണ്, ആർക്ക് ബെല്ലടിക്കും. പക്ഷെ ചിലപ്പോ ഞാൻ നേരം 10, 6:35, 40 ആവും. പക്ഷെ അന്നേരം അവിടെ പട്ടികയിൽ ഒപ്പിടണം. ഒപ്പിടുന്ന എത്ര? 6:30. ഞാൻ എത്തുന്ന 6:35, 40 ആവും. 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. എന്തായാലും തിരിച്ചു പോരുന്ന സമയത്ത് 9-ക്കാണ് എന്ത് ചെയ്യുക, തിരിച്ചു പോരുക. അപ്പൊ 6:30 to 9:30 വരും. പക്ഷെ ചില സമയത്ത് പെണ്ണുങ്ങൾ വിളിക്കും, പെട്ടെന്ന് വരുന്ന വിരുന്നുകാർ വന്നിട്ട്. അപ്പൊ ഞാൻ ഓടിപ്പോകും. അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യും, വീട്ടിലേക്ക് ഞാൻ പോകും. എന്നാൽ ശമ്പളം വാങ്ങുന്ന സമയത്ത് ഈ പൈസ എനിക്ക് വാങ്ങൽ ഹലാലാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ച് ബേജാറാവും. പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞ പിന്നെ ശമ്പളം ഒന്നും ഉണ്ടാവില്ല. കാരണം ആകെയുള്ള കുറഞ്ഞ ശമ്പളം അതിന് ദിവസം സദറിനോട് ചെയ്യും 100 രൂപ 200 രൂപ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് മിസ്സിൽ മദ്രസ ബെല്ലടിക്കാൻ നേരത്തെ എന്ത് ചെയ്യും, പെണ്ണുങ്ങൾ ഒരു മിസ്സിലുണ്ടാവും. അതിനാണെന്നറിയോ, മീനും പച്ചക്കറിയും വാങ്ങണം. അപ്പൊ എഴുന്ന പൈസ സദർസ്ഥാനോട് വാങ്ങും 100 രൂപ. മൂപ്പര പട്ടികയിൽ എഴുതും. ശമ്പളം കിട്ടുന്ന ആകെ 200 രൂപ 300 രൂപ അല്ല. ഈ 200 രൂപ 300 രൂപ ഈ പൈസ കീക്കലോന്ന് പറഞ്ഞ പിന്നെ എവിടെ നമുക്ക് വരുമാനം? അപ്പൊ അത് മിണ്ടൂല. പക്ഷെ എന്റെ മനസ്സിൽ എന്റെ മനസാക്ഷിക്ക് അതെന്തില്ല, ഉൾക്കൊള്ളുന്നില്ല. കാരണം ഒരു 5 മിനിറ്റ് വൈകി ആ ഒപ്പിട്ടിട്ട് ആ ശമ്പളം ഞാൻ വാങ്ങുന്നത് ദൈവത്തിനോട് ഞാൻ മറുപടി പറയേണ്ടി വരുമെന്നുള്ള വലിയ പേടിയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവർ ഒരു കളവും പറയാതെ, ഒരാളെ പറ്റിക്കാതെ, ഒരാളെ വഞ്ചിക്കാതെ, ഒരാളെ പ്രയാസപ്പെടുത്താതെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവാം. നമ്മൾ എന്ത് ചെയ്യണം, വളരെ എവിടെങ്കിലും ആരോട് ഞാൻ എപ്പോഴും പറയുന്നത്, കാണുന്നവരോ മരിച്ചവരാണെങ്കിലും ശരി, കല്യാണവരാണെങ്കിലും ശരി, ബസ്സിലാണെങ്കിലും ശരി, കാണുന്നവരോട് മുഴുവൻ പറയാം. ഞാൻ ഇതിലേക്ക് വന്ന് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാലും ഞാൻ പലരോടും പറഞ്ഞു, എനിക്ക് ഇതിന്റെ ഭ്രാന്തടി കണ്ടവരെ മുഴുവൻ ഞാൻ കഴിച്ചു. പക്ഷെ അന്ന് കുറഞ്ഞ ആളുകൾക്ക് ചെറുതൊക്കെ ഭ്രാന്തടി, പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും ഇല്ല ഭ്രാന്തടി. എന്റെ പുരയില് എന്റെ മോനെയാണ് അന്ന് കടിച്ചത്. പക്ഷെ ഒന്നും ഭ്രാന്തടിയില്ല. ഓർമ്മ കഴിഞ്ഞ ആഴ്ച 3 ആഴ്ച ആഴ്ചയായിരുന്നു ഭ്രാന്തടി. ഇപ്പോഴും അറിയോ, കത്തിയിട്ട് ആകെ പറന്ന് നടക്കാൻ. രാവിലെ ഉറക്ക, രാത്രി ഉറക്കില്ല, സുബീന്റെ മുന്നിൽ എഴുന്നേറ്റ് ചെയ്ത് 3 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ചെയ്യുന്ന ജോലി മണ്ടത്തരാണെന്നും ഉപ്പയുടെ ബിസിനസ് ആണ് യഥാർത്ഥ ബുദ്ധിമാൻ ചെയ്യുന്ന ബിസിനസ് ഒരു 3 കൊല്ലം കഴിഞ്ഞ ശേഷം ഓർപ്പിടാ ഭ്രാന്തടിയെ. എന്നാലോ അന്ന് കഴിച്ച പലർക്കും അന്ന് ഭ്രാന്തടികളൊക്കെ പാർട്ടീസിലും പിന്നെ STCയിലും ഒക്കെ ഉള്ള ഒരു വലിയ കേരളത്തിൽ അറിയപ്പെട്ട ഒരു മഹാപണ്ഡിതനുണ്ട്. അദ്ദേഹത്തോട് ഞാൻ വൈദ്യുതിക്ക് വന്നെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം. അത്യാവശ്യം മതപരമായി അറിവില്ല. അദ്ദേഹത്തോട് ഞാൻ വന്ന് ദാരിമിസ്താദെ, ഞാൻ ഇതിലേക്ക് ഉസ്മാന്റെ ഒക്കെ പ്രിയ സുഹൃത്താണ്. അപ്പൊ ദാരിമിസ്താദെ, ഞാൻ ഇങ്ങനെ ഒരു MLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നോട് സാർ നിങ്ങളുടെ അതിന്റെ പ്ലാൻ ഒക്കെ ഒന്ന് അയച്ചിരുന്നു. അയാൾ നേരത്തെ മണിച്ചേനൊക്കെ എതിർത്താണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം 1 മാസം ഇത് പഠിച്ചിട്ടുണ്ടോന്ന് പറഞ്ഞു. ഉമർ സാർ, പിന്നെ ഇത് പക്ക കച്ചവടമാണ്, ഇത് ആരോടും പറയാം, ആർക്കും കൊടുക്കാൻ. ഇത് മണിച്ചേനല്ല, ഏതൊക്കെ ഒരു ഐഡിയ എടുത്തോളിരുന്നു. അതിന് മുമ്പത്തെ ഒരു ഐഡിയ എടുത്ത് ഇന്ന് അദ്ദേഹത്തെ STC റാങ്കിലേക്ക് വൈകുന്നേരം STC റാങ്കിലേക്ക് കയറാം.
അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് എങ്ങനെയാ? അദ്ദേഹം വേസ്റ്റ് സോപ്പ് തലയെ നോക്കി നടക്കല്ല. അദ്ദേഹത്തിന്റെ സിസ്റ്റത്തിൽ അദ്ദേഹത്തിന്റെ റൂമിൽ മേശപ്പുറത്ത് ചെയ്യും. ഒരു പ്രാവശ്യം കമ്പനിയിൽ വേസ്റ്റ് 2-3 ഉണ്ടാവും. അപ്പോ പലരും നിക്കാഹിൽ അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് പലരും റൂമിലേക്ക് പലരും വിളിക്കാൻ വരും. അതുപോലെ തന്നെ മരണവാർത്ത അറിയിക്കാൻ വരും. ആ സമയത്തൊക്കെ പല സ്നേഹിതന്മാരും വരും. അപ്പൊ മേശപ്പുറത്ത് കാണാൻ ഉസ്താദ് ഇതെങ്ങനെ കഫക്കെട്ടുള്ളതാണ്. ഇത് എനിക്ക് കൊറോണ വന്ന സമയത്ത് കൊറോണ ഉണ്ടായിരുന്നു. അന്ന് എന്നെ രക്ഷപ്പെടുത്തിയ പ്രൊഡക്റ്റ് ആണ് കൗജപ്രാശം. പിന്നെ പേസ്റ്റ് പല്ലുവേദന ഉണങ്ങിക്ക് ഇതൊക്കെ നല്ല സംഭവമുണ്ട്. അപ്പൊ എന്ത് ഈ വന്ന ആൾക്കാർ പറയും ഉസ്താദെ അത് നിർത്തി തരും, നിങ്ങൾ വേറെ മനസ്സോടി. അപ്പൊ ആയിക്കോട്ടെ അത് കൊണ്ടുപോയി പറയും. എന്നിട്ട് മുമ്പ് കട്ടിലോട്ട് അദ്ദേഹം ബിസിനസ് ചെയ്യുന്ന അങ്ങനെയാണ്. കുഴപ്പമുണ്ടോ? അദ്ദേഹത്തിന്റെ കള പറഞ്ഞോ ഇത് വേണമെങ്കിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ വേറെ സംഘടിപ്പിച്ചോളുന്നത് അദ്ദേഹം അവർ കൊണ്ടുപോയിട്ട് ഓരക്കോട്ട് പോവുക. അടുത്ത പ്രാവശ്യം അടുത്ത കമ്പനിയിലും അടുത്ത ടേസ്റ്റ് പോകും. അങ്ങനെ വേറെ ആൾക്കാർ വരും. ഓർക്കും കൊടുക്കുന്നത് തന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം കൊറോണ വന്ന സമയത്ത് രക്ഷപ്പെടുത്തിയതാണ്. അദ്ദേഹം വേറെ ഒരു നിലക്കും അദ്ദേഹം ബിസിനസ് ചെയ്തില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാരൊക്കെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടു. അവർ മറ്റൊരു ലെവലിലേക്ക് വന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഏറെ വൈകാതെ തന്നെ ഒരു സ്ഥാപനം ഇതിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. ഒരു സ്ഥാപനം മുന്നോട്ട് പോകാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കമ്മിറ്റിക്കാരൊക്കെ കൂടിയിട്ട് എന്റെ ടീമിൽപ്പെട്ട ഒരു പ്രശസ്തനായ ഒരു ഉസ്താദിനെ വിളിച്ചത് നിങ്ങൾ ഈ ബിസിനസിന്റെ കോലം എന്താണെന്ന് ചോദിച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ അവര് പറഞ്ഞ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരു ഐഡിയ എടുത്താല് ഈ സ്ഥാപനത്തിൽ നടക്കുന്ന ബിരുദധാരികളൊക്കെ പേസ്റ്റും സോപ്പും ഒക്കെ ഈ ഐഡിയ മാറ്റിയാണെങ്കിൽ അവര് വാങ്ങുന്ന വരുമാനം ഈ സ്ഥാപനത്തിന് കിട്ടൂലേ? എങ്ങനെ ഇതൊക്കെ മനസ്സിലായില്ലേ സംഗതികൾ പറഞ്ഞ്? അതായത് സ്ഥാപനത്തിൽ നിന്നും ബിരുദം എടുത്തു പോകുന്ന ആളുകളൊക്കെ ഈ ഒരു ഐഡിയ എന്ത് ചെയ്യുന്നറിയോ? ഈ പിന്നെ വരുമാനം പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഈ കമ്പനിക്ക് ഒരു വരുമാനം വരും. അപ്പൊ കമ്പനി എന്ത് ചെയ്യാ? അല്ലെങ്കിൽ ഈ സ്ഥാപനം വളരെ കഷ്ടപ്പെട്ടാൽ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം മതസ്ഥാപനം പോലും ചില മതസ്ഥാപനങ്ങൾ പോലും ചിന്തിക്കുന്നുണ്ട്. സംഗതി എന്താണെന്നറിയോ? അവർക്ക് ഇവിടെ മനസ്സിലാക്കുന്നതാണെന്നറിയോ? ഇത് മണിച്ചതിനാണ്, തട്ടിപ്പാണ്, ഉടായ്പാണ് കരുതില്ല. നമ്മൾ ചെയ്യേണ്ട ഇത് മണിച്ചതിനല്ല, തട്ടിപ്പല്ല, ഉടായ്പല്ല, കളവറയില്ല. ഇതിൽ ഒരു പരിപാടിയില്ല. ഇസ്ലാം വിരോധിച്ച ഒന്നും ഇതിലില്ല. അതുറപ്പ്. അത് ഏത് കൊലക്കന്മാർ പറഞ്ഞിട്ടും കാര്യമില്ല. ചില ആളുകളൊക്കെ പറയും ഹലാലാണെങ്കിൽ നമ്മളാ ചെയ്യേണ്ടത്. പിന്നെ നമ്മളെ കുടുംബത്തിൽ അവര് പറ്റുമോ? ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ ആൾക്കാർ നമ്മളെ കുടുംബത്തിൽ പറ്റുമോ? അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് ഹലാലാണെങ്കിലും നമ്മളൊന്നും ആ ചെയ്യരുത്. ആയിക്കോട്ടെ ഞാൻ ചെയ്യുന്നില്ല, എന്റെ കുടുംബത്തിന് അദ്ദേഹം പറ്റുമോ? ആ പറയുന്ന ആള് പറ്റുമോ? അദ്ദേഹം കൊല്ലാൻ കഴിയില്ല. പിന്നെ ഒരു ഹലാലായി ഇസ്ലാം വിരോധിച്ച് ഒരു മുസ്ലിമിനും ഒരു മുസൽമാനും ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ചെയ്യാതിരിക്കുന്നത്? ഇത് ഞാൻ ഉസ്താദ് ആയതുകൊണ്ട് പറയാണ്. ഈ സംസാരം ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് എന്നെ നിന്ന് കിട്ടുമ്പോൾ കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഒരു പിടിച്ചമറിയും കബളിപ്പിക്കലും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടുണ്ടാക്കുന്ന സമയത്ത് 800 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടുണ്ടാക്കിയ സമയത്ത് എന്നോട് ഒരു ചെറിയൊരു ശിഷ്യന്റെ എഞ്ചിനീയർ അപ്പൊ എന്നോട് ചുമരസ്ഥ ചെറിയൊരു കാർപോർച്ച്. ഞാൻ പറഞ്ഞു മോനെ എന്തിനാ കാർപോർച്ച് നോക്കാം? ഒരു സൈക്കിൾ തന്നെ വാങ്ങാൻ കഴിയാത്ത നമ്മൾ കാർപോർച്ച് ഉണ്ടാക്കിയിട്ട് എന്ത് കയറിയ? എന്നാലും മനസ്സിലായി ഏതെങ്കിലും കാലത്ത് മക്കളൊക്കെ ഉണ്ടായിരുന്നു ഒരു സൈക്കിൾ വാങ്ങിയാലും. അങ്ങനെയാണെങ്കിൽ ഒരു സൈക്കിൾ നിർത്താനുള്ള ചെറിയ ആളെന്തൊരു സാധനം വെച്ചത്. ഒരു സൈക്കിൾ നിർത്താൻ മാത്രമല്ല കാർപോർച്ചായിരുന്നു. എന്നാൽ ഇന്ന് 18 ലക്ഷത്തിന്റെ ഒരു കിയ കാരൻസിന്റെ കാറാണ്. ഈ കിയ കാരൻസിന്റെ ഇഞ്ചിന്റെ ഭാഗല്ലേ, മുന്നത്തെ ഭാഗം, അത് കാർപോർച്ച് പോകില്ല. ബാക്കിയുള്ള മുഴുവൻ പുറത്താം. ഈ രീതിയിൽ ഒന്നും അല്ലാത്തൊരു പഠിപ്പിനെ പഠിച്ചാൽ ഈ രീതിയിലേക്ക് മാറ്റി ഇനി അടുത്ത ബുധനാഴ്ച വിചാരിക്കാം എനിക്ക് വരുമാനം വേണ്ട, എനിക്ക് പൈസ വേണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കാര്യമില്ലല്ലോ സാറേ. കാരണം കമ്പനി അടുത്ത ബുധനാഴ്ച തരും. പക്ഷെ നമുക്ക് വരുന്ന വരുമാനം 100% ഹലാലാണ് നമ്മൾ ബോധ്യപ്പെടുത്തും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ടീമിന് വേണ്ടി രാവും പകലും കഷ്ടപ്പെടണം. എന്തെങ്കിലും പണിയെടുത്തിട്ട് അവർക്ക് നമ്മളൊരു സഹായം തന്നെ നമ്മൾ നൽകണം. ഒരു പണിയെടുക്കാതെ ആരെങ്കിലും പെർഫോമൻസോ ബാക്കിയുള്ളതോ റാങ്കോ കിട്ടുന്നുണ്ടെങ്കിൽ അവരെ പൈസ അതുപോലെ പോയിരിക്കും. ഒരു ടീമിലെ ഒരു പണിയെടുക്കാത്ത ടീം ഏത് ആളൊന്നും പറയില്ല. ഇത് നമുക്കൊക്കെ ചിന്തക്കരുതല്ല. അങ്ങനെ ചെയ്ത് ഒരു പണിയെടുക്കാത്ത ടീമിൽ ബ്രാഞ്ച് വണ്ടിയിൽ കച്ചവടം തന്ന് പെർഫോമൻസ് കിട്ടി. അപ്പൊ എന്റെ ഉള്ളിലുണ്ട് പെർഫോമൻസ് ആവശ്യമില്ലാതെ കിട്ടിയതാണ്. അപ്പൊ വളരെ സന്തോഷമായി. അങ്ങനെ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് അവർക്കൊരു കല്യാണത്തിന് പോകാൻ കഴിയും. അപ്പൊ കല്യാണത്തിന് പോകാൻ ഉള്ള അയൽവാസികളോട് ഒരു മോതിരം വാങ്ങി. അപ്പൊ കല്യാണത്തിന് പോയി നോക്കുന്ന മോതിരം കാണുന്നില്ല.
അപ്പൊ ചുരുക്കി പറയാം പെർഫോമൻസിന് കിട്ടിയ പൈസ എന്ത് ചെയ്ത് ഓരോ മാറ്റി വിട്ടത് ഏത് എനിക്ക് അറിയുന്ന സംഭവം ആർക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല. എന്റെ ഒരു അനുഭവമാണ്. ഏത് പെർഫോമൻസിന് അധ്വാനിക്കാതെ വരുമാനം വന്നേരം മൈലേജിന്റെ പൈസ അങ്ങനെ അധ്വാനിക്കാതെ നമ്മൾ ഉപയോഗിക്കല. അത് തീരു ഒരു ഓർഡിനത്തിലൂടെ അടുത്ത അയൽവാസിക്ക് കൊടുക്കേണ്ടി വന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ ബിസിനസ് ദൈവത്തിന്റെ ബിസിനസ്സാണ്. ഈ പ്രൊഡക്റ്റ് ദൈവത്തിന്റെ കയ്യൊപ്പിടുന്ന എല്ലാവരും പറയുന്നത് വെറുതല്ല. നമ്മൾ എന്ത് കൊടുത്താൽ റിസൾട്ട് അല്ലേ. ഇപ്പൊ അടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നേരം നോളജ് സിറ്റിക്ക് തിരിഞ്ഞെടുത്ത് ഒരാള് മൂത്രക്കല്ലിന്റെ എന്തോ വലിയ പ്രശ്നമായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ കഴിഞ്ഞ 9-ാം തീയതിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും തിരി കുടിക്കാൻ പോകാല്ലേ, അതിന്റെ മുന്നേ സംഭവം ഒന്ന് ഉപയോഗിച്ചിട്ട്. അപ്പൊ അയാൾക്ക് കുടിക്കാൻ പറ്റും. പക്ഷെ അയാളെ മക്കൾ ഭയങ്കര ഇതിപ്പോ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. അപ്പൊ മക്കളോ ഒന്ന് കുഞ്ഞു നോക്കി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മാസം തീയതി നമ്മൾ യൂണിഫ്ലക്സ് ലിക്വിഡ് ക്യാപ്സൂൾ കൊടുത്തു. ഏതായാലും 9-ാം തീയതി കഴിഞ്ഞു. ഈ 9-ാം തീയതി 12 ഇതുവരെ ഓപ്പറേഷൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഞങ്ങൾ പോകുന്നേരം നടത്തി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, വളരെ സന്തോഷമാണ്. ഇതുവരെ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു മാസോടെ നിങ്ങൾ കുടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം? അപ്പൊ സ്കാൻ ചെയ്തു. ഇന്നലെ സ്കാൻ ചെയ്തു, 2 മാസം സ്കാൻ ചെയ്താൽ അതിന് കുഴപ്പമൊന്നും കാണുന്നില്ല. പക്ഷെ ഒരു മാസോടെ നമ്മൾക്ക് കുടിക്കാറുണ്ട്. അപ്പൊ എന്താ ഓപ്പറേഷൻ നിശ്ചയിച്ച ഒരു വ്യക്തി കീറി മുറിക്കുന്നതിന്റെ മുന്നേ ഞാൻ വെറുതെ പറഞ്ഞതാണ്, നിങ്ങളിതൊന്നും ഉപയോഗിച്ചു നോക്കി. വെറുതെ കീറി മുറിക്കണ്ടേ. ചുരുക്കി പറയാം, അത് ഓപ്പറേഷനിൽ നിന്ന് കഴിച്ചില്ല. എന്നിപ്പോ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ നാളോ ടെസ്റ്റ് ചെയ്താൽ കുഴപ്പമൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മാസോടെ കുടിക്കണം, ഇത് മാറി നിന്ന് കുടിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് എത്രയാണ്, ദൈവം ഉമ്മ പ്രസവിച്ചത് മുതൽ മരിക്കുന്നതിനിടെ നമ്മളൊക്കെ, അമ്മ പ്രസവിച്ച് മരിക്കുന്നതിനിടെ നമ്മളൊക്കെ ജീവിച്ചു പോകും. എന്നാൽ ഒരു ചികിത്സ ഞാൻ പഠിച്ചില്ല. എന്റെ ഒരു ജ്യേഷ്ഠന്റെ വലിയ ചികിത്സയാണ്, ആ ഫുട്ബോളിലേക്ക് അറിയപ്പെട്ടാണ് എന്തെങ്കിലും. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ പഠിച്ചില്ല. പക്ഷെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഇനി മരിക്കുന്നതിനിടയിൽ കുറെ ആയിരങ്ങളെ കൊണ്ടിരുന്ന് വരുമാനം വരുന്നു, കുറെ ആയിരങ്ങളുടെ രോഗം മാറണം. അതിന് നിന്നെ കാരണക്കാരനാക്കി ദൈവം നേരത്തെ കണക്കാക്കി. സത്യത്തിൽ ഞാൻ ഭാഗ്യവാൻ. ആയിരക്കണക്കിന് 10,000 ആയിരക്കണക്കിനൊന്നും പറഞ്ഞാൽ പോരാ, 10,000-കണക്കിന് ആളുകളുടെ രോഗം മാറ്റാനും 10,000-കണക്കിന് കുടുംബത്തിലേക്ക് അക്കൗണ്ടിലേക്ക് വരുമാനം വരുത്താനും ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഞാൻ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ 2,10,000 ഒന്നുമല്ല, 2,10,000 നമുക്ക് കിട്ടും. ഇപ്പൊ 1.5 കൊല്ലം കഴിഞ്ഞു. പിന്നെ എനിക്കൊന്നൊരു 1.5 കൊല്ലത്തിന് 2 കൊല്ലാവുന്നല്ല സ്ഥിരമായിട്ട് പെർഫോമൻസ് കിട്ടാൻ. പെർഫോമൻസ് ഞാൻ ഒരു പണി എടുക്കില്ല, സ്ഥിരമായിട്ട് പെർഫോമൻസ് എല്ലാ ആഴ്ചയും കിട്ടാൻ. കഴിഞ്ഞ മാസം കിട്ടിയിട്ട് ആദ്യമൊക്കെ അവസാനത്തെ ആഴ്ച കിട്ടില്. ഇപ്പൊ ഒരാഴ്ച 2 ആഴ്ച മുന്നിട്ടിട്ടാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, പെർഫോമൻസ് കിട്ടുന്നത്. ഇത് ഞാൻ എന്റെ ടീമിനോട് പറയില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നല്ല ഡോക്ടർ, ആയുർവേദത്തിനെ കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ, ഡോക്ടർമാര്, MBBS ആര്, പോലീസ് ഉദ്യോഗസ്ഥന്മാര്, ഇവരൊക്കെ നമ്മളെ ടീമിൽ വന്നേരം അവരൊക്കെ ബിസിനസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമുക്ക് വരുമാനം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇടയ്ക്കര നമ്മൾ വീണ്ടും പോയി, ഇടയ്ക്കര വീണ്ടും പോയി ഒരു ഓഡീഷന്റെ വീട്ടില. അദ്ദേഹത്തിന്റെ ഡേറ്റകളല്ല, വേറെ പുറത്തുള്ള ലിവിംഗ് റൂം ഇല്ലേ, ഇത്ര വലുപ്പമുണ്ട്. ഇത്ര അല്ലെങ്കിലും ഇതിന്റെ പകുതിയുണ്ട്. ഒരു വലിയ റൂമ്, വലിയൊരു വീട്. അവിടെ പോയി എന്തിനാ പോയതെന്നറിയോ, പ്ലാൻ പ്രസന്റേഷൻ ഞാനും എന്റെ ലീഡറും കൂടി പോയി. അവിടെ എത്തിയതാരാണെന്നറിയോ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര്, ബാങ്ക് ഉദ്യോഗസ്ഥന്മാര്, കാര്യപ്പെട്ട ചെറുപ്പക്കാര്, വലിയ, അതായത് ഇയാള് വലിയൊരു കോടീശ്വരനാണ്. ഇയാള് കുറെ പാവങ്ങളെ കുറെ ആളുകൾ സഹായിച്ചിട്ടുണ്ടാവും. അവരോടൊക്കെ പറഞ്ഞു ഇയാൾ ഇത്ര ഇതിൽ ഇറങ്ങിയെന്നറിയോ, അയാൾക്ക് പൈസ വേണ്ടിയിട്ടില്ല. അയാൾ നിസ്കരിക്കുന്ന നേരം ഇന്ന് നിസ്കരിക്കാൻ കസാലയിൽ ഇരുന്ന്, അയാളെ കസാലയിൽ ഇരുന്ന് നിസ്കരിക്കുന്നത് ഒഴിവാക്കിയപ്പോ ശരി ഇരിക്കുക നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരൊറ്റ നന്മ കൊണ്ട് ഇന്നപോലെ കുറെ ആളുകൾ കസാലയിൽ ഇരുന്ന് നിസ്കരിക്കുന്നുണ്ടാവും. ഓരോ ഇതൊരു വരുമാനം ആയിക്കോട്ടെ, ഒരു ബിസിനസ്സും ആയിക്കോട്ടെ, രോഗം ആയിക്കോട്ടെ എന്ന് കരുതി അദ്ദേഹത്തിന്റെ ടീമിൽ വന്ന 10-25-30 ആൾക്കാരുണ്ട്. ആ 30 ആള് ഈ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ നിങ്ങൾ മതി. ഇങ്ങനെ ചെറുപ്പക്കാർ വരുന്നുണ്ട്. MBBS ഡോക്ടർമാർ, 2 MBBS ഡോക്ടർമാരെ, ഒരു MBBS ഡോക്ടർ മലപ്പുറത്തുള്ള ഡോക്ടർ സ്ഥിരമായിട്ട് അവരുടെ ക്ലിനിക്കിൽ നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ടാവും. അതേപോലെ മനസ്സിലാക്കണം. അപ്പൊ ഈ രീതിയിൽ നല്ല ഒരു ബിസിനസ് ഏത് അടിത്തട്ടുള്ള ആളുകൾക്കും. പിന്നെ എന്നോട് വന്ന ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ടാവും. അതായത് എന്നോട് വന്നപാട് എന്റെ നാട്ടിൽപ്പെട്ട ഒരാളുണ്ട്, MLM ഒക്കെ ചെയ്ത് അയാൾ ചെറുപ്പത്തിൽ, ഞാൻ ചെറുപ്പത്തില് നേരത്തെ കണ്ടിട്ട് സൂട്ടും കോട്ടും ഇട്ടിട്ടാണ് പന്തൂർക്കോട് പോകാൻ. ഓനോട് ഞാൻ ചോദിച്ചാൽ ഈ ഞാൻ ഒരു ബിസിനസ് തുടങ്ങിയില്ല. അപ്പൊ എന്നോട് ഞാൻ എനിക്ക് വേറെ പണിയില്ലേ, ഇതൊക്കെ നേരത്തെ വന്ന ആൾക്കാർ, ഐഡിയസ്റ്റ് ആളുകൾ ഓർക്കൊക്കെ കിട്ടി പോകും. നമ്മളൊന്നും ഈ കളിച്ചിട്ടൊന്നുമില്ല. ഞാനത് കുറെ വായിച്ചതാണ്.
വിചാരിച്ചത് ഞാൻ ഈ പിന്നെ പ്ലാൻ പറയാൻ പോയതാണ്. ഞാൻ എന്നോടൊന്ന് അഭിപ്രായം ചോദിക്കാൻ പോയതാ. ഏതായാലും അവിടുന്ന് തീർന്നറിയോ, അവൻ എന്നോട് പറഞ്ഞു, എന്നെ നിരുത്സാഹപ്പെടുത്തി എന്നോട് പറഞ്ഞ് ഇങ്ങനെ കുറെ നമ്മൾ ചെയ്തത് അത് നേരത്തെ വന്നവർക്ക് രക്ഷപ്പെട്ടു പോകും എന്നൊക്കെ നീന്നൊന്നും ഒരു മാർഗമല്ല. അതെന്നെ വല്ലാതെ നേരത്തെ വന്നവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ അയ്യോ സാറിനോട് അങ്ങനെയല്ല ഉത്സാഹങ്ങളെ നെഗറ്റീവ് ആക്കിയാണ് ഇത് ആർക്കും രക്ഷപ്പെടാം. അവിടുത്തെ എനിക്കൊരു കത്തടി കത്തി എന്നാ പിന്നെ അവർക്ക് കാണുന്നല്ലോ. ഏതായാലും എന്റെ ലീഡേഴ്സ് പിന്നെ അയ്യോ സാറ്, ഷാരി സാറ്, തുറമി സാറ് അവരൊക്കെ NTC ആകുന്നതിന് മുന്നേ ഞാൻ NTC ആയി 6 മാസം മുന്നേ. അപ്പൊ എന്താ അതിന് മനസ്സിലാക്കുന്നത്? 6 മാസം മുന്നേ അയ്യൂബ് സാർ, ഞാൻ അയ്യൂബ് സാറ് ചെറുതാക്കല്ല, അയ്യൂബ് സാറ് എന്നെ NTC ആക്കിയത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ സ്വന്തം NTC ആക്കല്ല, എന്റെ ലീഡർ എന്നെ തള്ളി എന്നെ വളർത്തി NTC ആക്കി. അപ്പൊ എന്റെ മനസ്സിലായി നേരത്തെ വന്നവരുടെ ബിസിനസ് ആണെന്ന് അല്ല, ആത്മാർത്ഥമായി ഏറ്റെടുക്കുന്നവരുടെ ബിസിനസ് ആണ്. നമ്മള് മൈൻഡിൽ ഒരു ഐഡിയ എടുത്തിട്ടുണ്ട്, ഞാനും എടുത്തിട്ടുണ്ട്, ഒരേ പോയി പെണ്ണോ ഞാൻ നടക്കില്ല. കാരണം ബീച്ചിലാണ്, ഞാൻ എല്ലാ ദിവസവും ബീച്ചിൽ പോകും. ബീച്ചിൽ പോയിട്ട് എന്ത് ചെയ്യും, പേടിച്ചു വെച്ച് ഇങ്ങനെ ബീച്ച് നടക്കും, തലമുറ നടക്കും. അപ്പൊ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ പേസ്റ്റ് ആയിട്ട് ഒരാളോട് സംസാരിക്കാം. അപ്പൊ അയാൾ നമ്മളെ മക്കാരാക്കിട്ട് ഞാൻ ഒരു പേസ്റ്റ് നിങ്ങൾ ഉപയോഗിച്ചൊക്കെ നല്ലതാണ് എന്നൊക്കെ പലത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്റെ മനസ്സിലുള്ള കിബറ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പണിയാണ്. അയാൾ കുറെ എന്നെ മക്കാറാക്കി, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. ഇയാളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നവരോ ഏതോ ടീമിലെ മൈലേജിൽ പ്രവർത്തിക്കുന്ന ഒരാളിനോട് ചോദിച്ച് ഈ മാസ്ക് ഓപ്പിട്ട് നിങ്ങൾ NTC അല്ലേ, അതേന്നാ നിങ്ങൾ പേസ്റ്റ്, ഞാൻ ചോദിച്ചു പേസ്റ്റ് NTCക്ക് വിറ്റൂടെ? അപ്പൊ അത്ഭുതപ്പെട്ടു. മൈലേജിൽ ഐഡിയ എടുത്ത് സിൽവർ ആക്കി. പക്ഷെ ലീഡർ എന്ത് പറഞ്ഞിട്ട് വിളിച്ചിട്ട് തോന്നിയില്ല, ഫോൺ എടുക്കില്ല. ഇന്ന് മുതൽ ഞാൻ മൈലേജ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം തന്നെ ലീഡർക്ക് സെൽഫി എടുത്ത് അയച്ചു. ലീഡറോട് പറഞ്ഞു ഞാൻ ഇന്ന് മുതൽ മൈലേജ് ചെയ്യാൻ. ലീഡറിനെ വിളിച്ചു. എന്താ കാരണം? ഞാൻ ബീച്ചിലൂടെ പേസ്റ്റ് വിറ്റ് നടന്നത്. എന്തിനാ നമ്മൾ പഠിക്കുന്നത്? പേസ്റ്റ് നല്ലതല്ലേ? ആളുകളുടെ വായിലെ പിന്നെ വായുനാറ്റം, പല്ലുവേദന, മോണമീക്കൽ, രക്തം വരിക, പല്ലിലെ പുളിപ്പ്, പല്ലിലെ കറ, ഇതിനൊക്കെ നല്ലതല്ലേ? ഇത് നമ്മൾ കൊടുക്കണ്ടേ? നമുക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടില്ല. സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറക്കത്ത് പോലും പറയാം, ഇതാണ് എന്റെ ഇത്രയും പെട്ടെന്ന് ഞാൻ NTC റാങ്കിലെത്തിയതും എല്ലാം ഇവിടെ ശ്രമിച്ചത്. അതുകൊണ്ട് മടിയന്മാരായി കുത്തിയിരുന്നാൽ എന്ത് ചെയ്യും? ആ കുത്തിരിപ്പുണ്ടോ നമ്മളെ ഷെമീർ സാറും കൂടെ അതിന്റെ ഇവിടെ നമ്മളെ കൊണ്ടുവന്ന് ലീഡേഴ്സിന്റെ ഒപ്പം കൂടി വളരെ സത്യസന്ധമായി ലീഡേഴ്സ് എന്ന് പറയുന്നു ഹാജർ അല്ലെങ്കിൽ ഹാജർ. എന്റെ അയ്യൂബ് സാർ പറയാണ് എന്നോട് നട്ടുച്ചക്ക് ഒരു ചൂട്ട് കത്തിച്ചിട്ട് പിന്നെ മേപ്പാട് പിന്നെ സുൽത്താനത്തേക്ക് അങ്ങാടിയിൽ കൂടി നടക്കണം ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഞാൻ നടക്കും. അല്ലെങ്കിൽ ചെയ്യാനൊന്നുമില്ല, ഞാൻ നടക്കും. അപ്പൊ എന്തിനാണ് ആരെ ചോദിച്ചാൽ എന്നോട് എന്റെ ലീഡർ വന്നിട്ട് അയ്യൂബ് സാർ എടുത്ത് സുൽത്താനത്തേക്ക് കൂടി ചൂട്ട് കത്തിച്ച് എടുക്കാറുണ്ട്. അപ്പൊ ആരെന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതൊക്കെ അറിയില്ല, അയ്യൂബ് സാറോട് ചോദിക്കും. എന്നോട് അയ്യൂബ് സാർ പറഞ്ഞു. ആ രീതിയിൽ തമാശ നമ്മൾ വലിയ ഇതൊരു വിദ്യാഭ്യാസങ്ങൾക്ക് ദേശ കിബർ കൂടുന്ന അഭിപ്രായം. അത് ശരിയാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഒന്നും ചിന്തിക്കാനില്ല. എന്നെപ്പാട്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഒന്നും ചിന്തിക്കാനില്ല. പക്ഷെ വിദ്യാഭ്യാസം ഉള്ളവരെ ചിന്തിക്കാം, ഞാനിങ്ങനെ അങ്ങനെ ചെയ്യാം, ഞാനിങ്ങനെ ഒരു അന്തമില്ലാത്ത ഉമർസ്ഥാന്റെ കീഴില് മൂപ്പരെ പിന്നെ ഫോളോപ്പനുസരിച്ച് ഞാൻ നിൽക്കാം, അയാൾക്ക് ഇല്ലാത്തൊരു വിവരമില്ലല്ലോ, അങ്ങനെ ചിന്തിക്കുന്നവർ ആ കുത്തിക്കലേ ഉണ്ടാവും. അതൊക്കെ പുരലെടുക്കും, കൊട്ടേര് ആടെ കൂട്ടി വെച്ചേക്കാം. എന്നിട്ട് നീങ്ങോ നല്ല സംഭവം വലിച്ചെറിഞ്ഞിട്ട് ലീഡേഴ്സ് എന്താണോ പറയുന്നത് ഇത് സത്യത്തിൽ പറയുന്നത് ദൈവം കൽപ്പിക്കുന്നത് തന്നെയാണ്. ദൈവം കൽപ്പിക്കുന്നത് എന്താണ്? നമ്മളൊരു പിന്നെ മൈസൂർ കാട്ടിലേക്ക് പോകണല്ലോ, മൈസൂരിലേക്ക് പോവാം. അപ്പോ പിന്നെ വീരപ്പന്റെ സത്യമംഗല കാട്ടിലെത്തിയാലും വഴി മാറിപ്പോയി, വഴി തെറ്റിപ്പോയി, ഒന്നും വഴി മനസ്സിലാകുന്നില്ല, എങ്ങോട്ട് പോകണം എന്നുള്ളൊരു തിരിച്ചറിവില്ല. അപ്പൊ ഒരു ആദിവാസി വന്നിട്ട് അങ്ങനെ മലയിൽ നിറങ്ങി വന്നിട്ട് അപ്പൊ നമ്മളോട് ചോദിച്ചു അല്ല മക്കൾ എങ്ങോട്ടാ പോകണം? അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ മൈസൂർ പോവുകയായി, വഴി തെറ്റിപ്പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങോട്ട് പോയാൽ വീരപ്പന്റെ കാടാണ്, അവിടെ ഒന്ന് ശരിയാക്കും, ഇങ്ങോട്ട് മറ്റുള്ള സ്ഥലമാണ്, പിന്നെ ഇതിലൊന്നും പോയിക്കോട്ടെ, ഇതിലെങ്ങനെ ഒരു ഊട്ടുവഴി ഉണ്ട്, ആ ഊട്ടുവഴിയിൽ പോകണമെങ്കിൽ ലേശ കഷ്ടപ്പാടാണ്, ഞാൻ വേണമെങ്കിൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടുന്ന് കുടിക്കാനല്ലേ എന്നല്ല. ഈ ആദിവാസി നമ്മൾ അങ്ങോട്ട് ക്ഷമിക്കുന്നേരോ നമ്മൾ പറയോ ഞങ്ങളെ വയനാട്ടല്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വഴി ഞങ്ങൾ പോകും, നമ്മൾ പറയോ? നമ്മൾ എന്ത് ചെയ്യും? ആ ആദിവാസി അതാണ് ബുദ്ധി. അല്ലാതെ അവിടെ കൊണ്ടുവച്ച് ഞാൻ വലിയ വിദ്യാഭ്യാസം ഉണ്ട്, ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഇനി എന്റെ പണിക്ക് പോയിക്കോന്ന് പറയുന്നത് മണ്ടനാണ്. ആ അവിടെ എന്ത് ചെയ്യാന്നറിയാം, ആദിവാസി
ആദിവാസിന്റെ ഒപ്പം പോയാൽ അക്കരെ എത്തിച്ചേരും. നമ്മളെ കൊണ്ടുപോകുന്ന ആദിവാസി ആരാണ്? എന്റെ ആദിവാസി അയ്യൂബ് സാറാണ്. അയ്യൂബ് സാർ എന്ന ആദിവാസിയെ തിരിച്ചുകൊണ്ടുവന്ന് മുന്നോട്ട് പോയിക്കൊണ്ടാണ് ഞാൻ മൈസൂരിലെത്തിയത്. നിങ്ങൾ കണ്ടോ? അതുകൊണ്ട് എന്ത് ചെയ്യാം, ബുദ്ധിയും പൊടിയും യുക്തിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം അവിടെ വെച്ചേക്കാൻ. നമ്മൾ ആദിവാസി ആരാണെന്ന് വെച്ചാൽ ആദിവാസിന്റെ പിന്നാലെ പോവുക, കളിയാക്കട്ടെ, എന്തിനും കളിയാക്കും. അതെല്ലാ ഫീൽഡിലും ഉണ്ടാകും. ഒരു സൂഫി ഗുരുവിന്റെ ചരിത്രമുണ്ട്. സൂഫി ഗുരു പിന്നെ ഒരു അച്ഛനും മോനും കൂടി നടന്നിങ്ങനെ പോവുക. ഒപ്പം ഒരു കഴുതയുണ്ട്. അപ്പൊ നാട്ടിലെത്തിയാലോ നാട്ടുകാർ പറഞ്ഞു ഇവർ രണ്ടാളും എന്ത് വന്നു വരാം. കാരണം ഒരു കഴുത വെറുതെ നടക്കല്ലേ, ഒന്നുകിൽ അച്ഛൻ കയറുക അല്ലെ മകൻ കയറുക. അപ്പൊ വല്ലാതെ പരിഹാസം തൊട്ടിയാലോ മോനോട് അച്ഛൻ വന്നു, മോനെ കയറിക്കോ, എന്തിനാ ആൾക്കാരെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്തു. ആ പരിഹാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മോനെ കൈതപ്പുറത്ത് കയറ്റി നടന്നു. കുറച്ചങ്ങോട്ട് കിടന്ന് ഒരു അങ്ങാടിയിലെത്തിയാലോ കുറെ ആൾക്കാർ പറഞ്ഞു എന്തൊരു മണ്ടനായ ചെക്കനായി ഈ ചെക്കന്. കാരണം ആ വയസ്സായ മനുഷ്യനെ നടത്തിച്ചിട്ട് ആ ചെക്കൻ കഴുതപ്പുറത്ത് കയറുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, ഇത് കുറെ ആളുകൾ കളിയാക്കാനും പരിഹാസം കുറ്റപ്പെടുത്താൻ തുടങ്ങിയാൽ എന്ത് ചെയ്തു, അച്ഛൻ പറഞ്ഞു മോനെ എന്തിനാ നമ്മളെ പരാതി ഒഴിവാക്കുക, ഞാൻ കയറിക്കോളാം. അങ്ങനെ കുറച്ചങ്ങോട്ട് എത്തിയാലോ അച്ഛൻ കയറിയാലോ ആൾക്കാർ പറയാൻ തുടങ്ങിയത് എന്തൊരു മണ്ടനായ അച്ഛന്, ഈ ചെറിയ മക്കളെ നടത്തിയിട്ട് അച്ഛൻ കഴുതപ്പുറത്ത് കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ നാവടിക്കിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല. ഉറപ്പാണ്. പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മള് ചെയ്യുന്നത് ചെയ്തുകൊണ്ടേയിരിക്കാം. സൂഫി ഗുരുവിനോട് ഒരാൾ ചോദിച്ചു, പിന്നെ സൂഫി ഗുരുവിനെ വല്ലാതെ എതിർത്തല്ലോ, പിന്നെ ഗുരുവോ ഞങ്ങള് ഒരു കുറഞ്ഞ വാക്കിന് അവരോട് എതിർത്തോട്ടെ, അവർക്ക് മറുപടി കൊടുത്തോട്ടെ. ആ സമയത്ത് സൂഫി ഗുരു പറഞ്ഞൊരു മറുപടി ഉണ്ട്, മക്കളെ നമ്മുടെ അടുത്തുള്ള തന്നെ നമുക്ക് നൽകാൻ പറ്റുമോ, നമുക്ക് തിരിഞ്ഞോ. മറ്റുള്ളവര് വല്ലാതെ വായ്പേട് ഉപന്യാസങ്ങളൊക്കെ പറഞ്ഞ് മെയ്ക്ക് വേണ്ടി സംസാരിച്ച് എതിർക്കാൻ തുടങ്ങിയാലോ ശിഷ്യന്മാര് നല്ല നല്ല വക്കീലന്മാരുണ്ട്, ജഡ്ജിമാരുണ്ട്, പലരുണ്ട്. അവർ ഗുരുവിന്റെ അടുത്ത് പോയിട്ട് ഒരു സമ്മതം വാങ്ങി, ഞങ്ങൾ ഒന്ന് അതുപോലെ തിരിച്ചു പറഞ്ഞോട്ടെ. ആ സമയത്ത് ഗുരു പറഞ്ഞ വർത്താനം എന്താണ്, നമ്മുടെ അടുത്തുള്ള തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ, നമുക്ക് തിരിഞ്ഞോ. മനസ്സിലായില്ലേ? ആ ഗുരുവിന്റെ സന്ദേശത്തോടു കൂടിയാണ് അവസാനിപ്പിക്കാറ്. നമ്മൾ നമ്മുടെ അടുത്തുള്ളത് കൊടുക്കാൻ, നാട്ടുകാർ ഓരോരുത്തുള്ളത് തരും, നമ്മൾ അതിന് കൊടുക്കണം, നമ്മൾ എടുത്തുള്ളത് കൊടുക്കണോ, ഏതാണ് നിങ്ങൾ തീരുമാനിക്കുക. ഏതായാലും ഇന്ന് എത്തിപ്പെട്ട ആളുകൾ വലിയ ഭാഗ്യവാന്മാരാണ്. ദൈവത്തിന്റെ നിയോഗമില്ലാത്തവർക്ക് ഈ ബിസിനസ് കേൾക്കാൻ പോലും കഴിയും, ഒരു സംശയമില്ല. ഒന്നുകിൽ മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മൃഗങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ആളുകൾ, അല്ലെ ജനങ്ങളോട് പിന്നെ അയൽവാസികളെ വഴിപടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ദുഷ്ട മനസ്സുള്ള ഒരാൾക്കും മൈലേജ് ചെയ്യാൻ കഴിയില്ല. വിശാല മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ മൈലേജ് ചെയ്യൂ. ഒന്നുകിൽ അവർ മൈലേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവരെ മനസ്സ് ദൈവം മാറ്റും, അല്ലെങ്കിൽ അവരെ വലിച്ചു. ഒരു മാർഗമില്ല. പിന്നെ നല്ല വ്യക്തികൾ ഇതിലുള്ള ഒരു ഗുണങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെ സാർ എന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ട്, എന്തെങ്കിലും കമ്പനി നിരക്കാത്ത ഒരു സംഭവം ഉണ്ടെങ്കിൽ 100 സാർ ഇവിടുന്ന് ഒരു മെയിൽ അയച്ചാൽ മതി. കമ്പനിയാണ് ശരിയാണെങ്കിൽ എന്ത് ചെയ്യും, എന്റെ ചോദ്യം ചെയ്യും, എന്റെ പാൻ കാർഡ് ബ്ലോക്ക് ആക്കും. ഉസ്താദ്മാരത് ശ്രദ്ധിക്കണം. ഞമ്മക്ക് വരുന്ന വരുമാനം പേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഉടായ്പ ചെയ്യുന്നവരും ചെയ്യാതിരിക്കുക. കാരണം എന്തെങ്കിലും നമ്മളെ കുറിച്ച് നെഗറ്റീവ് കമ്പനിയിൽ നിന്ന് മെയിൽ അയച്ചു, കമ്പനിക്ക് അത് സത്യമാണ് ബോധ്യപ്പെട്ടാൽ പിന്നെ മൈലേക്ക് ജന്മത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് കാലെടുത്ത ആൾക്കാരെ അടവെക്കണമെങ്കിൽ മൈലേക്ക് വരുമാനം തന്നെ. അപ്പൊ ചൊക്കായി നോക്കും, നല്ല പാതയിലൂടെ പോവും, ഒരാളോട് വിഷമില്ലാത്ത രീതിയിൽ. അപ്പൊ ഏത് നിലക്കും നല്ല ബിസിനസ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ അതിനെ കംപ്ലീറ്റ് ചെയ്യാനും, പിന്നെ കംപ്ലീറ്റ് നോക്കാൻ ദിവസങ്ങളോടെ നടന്നത് കംപ്ലീറ്റ് തമാശ പറയണ്ട. അങ്ങനെ പറഞ്ഞ് പഠിച്ചിട്ടാണ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാറ്. ഞാൻ ഒരു ദിവസം എന്തോന്ന് അയച്ച സമയത്ത് അക്ഷരത്തിൽ എന്തൊരു തെറ്റ്, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ പശു എന്ന് പറയുന്നേരം ഈ ഷൂ ഏതാണെന്ന് എനിക്കറിയില്ല, പാറ്ററിയാം. അപ്പൊ ഞാൻ ചെയ്യും, ഗൂഗിളില് പശു എന്ന് പറയും. അപ്പൊ കുറെ ഷൂ വരുന്നു. അപ്പൊ ഈ ഏതായിട്ടല്ല പഠിച്ചത്. അപ്പൊ ഏതോ ഇഷ്യൂ ആയിരിക്കും, കോപ്പി ചെയ്തിട്ട് നമ്മുടെ ടീമിൽ കേട്ട് അയക്കും. അയക്കുന്ന സമയത്ത് വിദ്യാഭ്യാസത്തിന്റെ നല്ല നല്ല വിദ്യാഭ്യാസത്തിന്റെ ചെക്കന്മാരെ ടീമില് ഉടനെ വിളിച്ചിട്ട് ഒരാളെ പേര് പറയില്ല, ഞാൻ മെസ്സേജ് ഇങ്ങനെ അയച്ചു. ഉടനെ ഒരാളിനോട് പറഞ്ഞു, ഉമർസ നിങ്ങൾ അവിടെ ഷൂ അതല്ല വേറെ ഷൂ ആണ്, ഞാൻ ചേർക്കാതെ പോകാൻ. കാരണം ഞാൻ ഷൂ തെറ്റിയിട്ട് പോകണമെങ്കിൽ നന്നാക്കി വായിച്ചോ, എനിക്ക് പൈസ കിട്ടുന്നുണ്ട്, ഞാൻ കമ്പനി
അസംബ്ലിയുടെ MPC കേൾക്കണം. അപ്പൊ അതായത് ആ ഒരു അക്ഷരം തെറ്റിയതിന്റെ പേരിൽ ഞാൻ MPC താഴോട്ട് കൊല്ലൂല. വരുമോ? എന്നിട്ട് CTC ആയിക്കോട്ടെ കുതിച്ച് കയറാണ്. ഒരു ഭാഗത്ത് CTC ചിലപ്പോ അയച്ചാവും, അടുത്താഴ്ചയാവും, അടുത്ത ഭാഗം ഉടനെ തന്നെ CTC ആവും. അപ്പൊ ഈ ഒരു അവസ്ഥ വിദ്യാഭ്യാസം ഉള്ളവർക്കൊന്നും അല്ലത്. ഇത് വിദ്യാഭ്യാസം ഉള്ളവർക്കും ചെയ്യാം, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും ചെയ്യാം. ഈ ഒരേ ഒരു ഒറ്റമൂല്യം എന്താണെന്നറിയോ? നമ്മുടെ മനസ്സിലെ ആ ചെറിയ നമ്മളെ മനസ്സിന്റെ എന്ന് പറയട്ടെ, എന്റെ മനസ്സിന്റെ ആ ഒരു എന്താ പറയാ ഒരു ദിവസം ഒരു ആ ഞാനിങ്ങനെ പറയാ, ഞാനിങ്ങനെ പറയുന്നത് കേൾക്കാം. ഒന്നിനപ്പുറം ഇങ്ങനെ വിളിച്ചിട്ട് ഈ ഒരു ചിന്ത മാറ്റിട്ട് ലീഡേഴ്സിന് അടിയാൻ പറയാം. ഇതാണ്. എനിക്ക് മാത്രമല്ല, നമ്മുടെ ഗൂഗിൾ മാപ്പിനോട് നമുക്കൊരു കടപ്പാടില്ലേ അല്ലേ? ആ ചേച്ചി നമ്മളെ ചിലപ്പോ വഴി തെറ്റിക്കെങ്കിലും നമുക്ക് ആ ചേച്ചിനോട് ഒരു കടപ്പാടില്ലേ? നമ്മൾ എവിടെ നോക്കാൻ രക്ഷപ്പെട്ടത്? ഇവിടുത്തെ ആ ചേച്ചി എന്നോട് പറഞ്ഞു ഇങ്ങനെ പോയെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ആ ഒരു കടപ്പാട് നമ്മൾ ഏറ്റവും അവസാനം ആ ഒരു കടപ്പാട് എങ്ങനെ നമ്മളെ ലീഡേഴ്സിനോട് നോക്കണം. ഈ തൊളം നോക്കുന്ന കണ്ണ് ഒരിക്കലും ശുദ്ധ മനസ്സിൽ നിന്ന് എപ്പോഴും ശുദ്ധ സംസാരം വരും. ദുഷ്ട മനസ്സിൽ നിന്ന് എപ്പോഴും ദുഷ്ടത വരും. അപ്പൊ നിങ്ങൾ നാവിലൂടെ ദുഷ്ടത വരുന്നത് ലീഡേഴ്സിനെ കുറിച്ച് കുറ്റം പറയാണ്, അല്ലെങ്കിൽ കണ്ടതിനെ കുറിച്ചിട്ട് മോശം പറയുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കുക? എന്റെ ഓഫീസ് ഒന്ന് ക്ലിയർ ആക്കണം എന്ന് മനസ്സിലാക്കുക. നല്ലത് മാത്രം, പോസിറ്റീവ് മാത്രം കണ്ട് സംസാരിക്കുന്ന നേരം അവരുടെ മനസ്സും ശുദ്ധമാവും. അപ്പൊ നമ്മൾ ഏത് കൂട്ടത്തിലാണ് പെടേണ്ടത് വെച്ചാൽ നമ്മൾ തീരുമാനിക്കാം. അതായത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ് ഈ മീറ്റിംഗ്. ഇവിടെ പിന്നെ നമുക്ക് GTS പറഞ്ഞത് എന്തായാലും വിലൻസൺ, അതുപോലെ തന്നെ